വിശ്വാസികളിൽ 3 തരക്കാരുണ്ടാവുന്നതാണ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് ദുൽമ കാണിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പല വാജിബുകളും ഉപേക്ഷിക്കും, പല ഹറാമും ചെയ്യും. പക്ഷെ അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്, അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. രണ്ടാമത്തത് വമിൻഹും മുഖ്തസിദുൻ, അവരിൽ മധ്യമ നിലപാടുകാരുണ്ട്. അഥവാ വാജിബൊക്കെ ചെയ്യും, പക്ഷെ സുന്നത്തുകളൊന്നും അധികം ചെയ്യൂല. അതേപോലെ തന്നെ ചില കറാഹത്തുകളൊക്കെ ജീവിതത്തിൽ വരും, പക്ഷേ ഹറാമ് ചെയ്യൂല. അതിനാണ് മുഖ്തസിദ് എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ നിങ്ങൾ, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നന്മയിൽ മുന്നേറുന്ന ചില ആളുകളുണ്ട്. വാജിബുകൾക്ക് പുറമെ ഒരുപാട് മുസ്തഹബാത്തുകൾ, ഹറാമു മാത്രമല്ല കറാഹത്തും അവർ ഉപേക്ഷിക്കും. അതിനാണ് സാബിഖും ബിൽ ഖൈറാത്ത്. അത് പറഞ്ഞപ്പോൾ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ബിഇദ്നില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ വമ്പിച്ച തൗഫീഖാണ്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അത് വമ്പിച്ച ഔദാര്യവുമാണ്. പിന്നീട് അവർക്ക് ലഭിക്കുന്ന സ്വർഗീയ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സൂറത്തു ഫാത്തിറിലെ 32, 33, 34, 35 വചനങ്ങൾ ഒന്ന് പോയി പരിശോധിച്ച് നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയിൽ മുസാബഖത്ത് നടത്തുക ഞാനും നിങ്ങളും. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരവസരം അള്ളാഹു തന്നിട്ട് അതിലേക്ക് ധൃതി വെക്കാത്തവർ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ ഭയപ്പെടട്ടെ, അവർക്കും ആ നന്മക്കുമിടയിൽ അള്ളാഹു മുദ്ര വെച്ച് കളയും. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി ഓതി, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, ഈമാനുള്ളവരെ, അള്ളാഹുവും റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് പെട്ടെന്ന് ആൻസർ ചെയ്യണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി, അള്ളാഹു ഒരു വ്യക്തിക്കും അയാളുടെ ഹൃദയത്തിനും ഇടയിൽ മറയിട്ട് കളയുന്നതിന് നിങ്ങൾ ഭയപ്പെടണം. അദ്ദേഹം പറയണം, ആ പറഞ്ഞത് ഒരു അവസരം കിട്ടി, പക്ഷേ അതിന് ധൃതി വെക്കുന്നേയല്ല, തിരക്ക് കൂട്ടുന്നില്ല നന്മ ചെയ്യാൻ, എങ്കിൽ പിന്നീട് അതിനുള്ള തൗഫീഖ് തടയപ്പെടും.